നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും വിജീസ് ബ്യൂട്ടി ആൻഡ് സ്പെഷ്യൽ കുക്കറി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഓണം വിഭവം, അതായത് മത്തങ്ങ കൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അത് പാലും ചൗരിയും ഒക്കെ ചേർത്ത് പാൽപ്പായസ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പഴുത്ത മത്തങ്ങ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കൂടുതൽ മഞ്ഞ കളറും കുറച്ചുകൂടെ മധുരവും കിട്ടും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, നല്ല പോഷകമൂല്യമുള്ളതാണ്, രുചിയും ഉണ്ട്, പുതുമയും ഉണ്ട്. നമ്മൾ സ്ഥിരം മലയാളികൾ ഉണ്ടാക്കി കണ്ട മടുത്തതെന്ന് പറയാൻ പറ്റില്ല. അടയും പാൽപ്പായസവും കടലപ്പായസം പോലുള്ളതിന് വ്യത്യസ്തമാണ്, രുചികരവുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉത്രാടത്തിന്റെ തലേദിവസമായ ഇന്നാണ് ഇനിയിപ്പം പായസ വിഭവങ്ങൾക്ക് ഉണ്ടാക്കാൻ ഓണത്തിന്റെ ഒരു മെനു എന്ന് പറഞ്ഞാൽ ഇന്നത്തോടുകൂടി തീരുകയാണ്. അപ്പോൾ ഇത് ഓണം സംബന്ധിച്ച് എൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിനു മുൻപൊരു ഗ്രീൻ പീസ് പായസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തിരുന്നു. ഒരു കൂട്ടെരിശ്ശേരി, വറുത്തിട്ട കൂട്ടെരിശ്ശേരി, മത്തങ്ങ വൻപയറൊക്കെ ഇട്ടുള്ള ചെറുപയറൊക്കെ ചേർത്തൊരെണ്ണം അതിട്ടിരുന്നു. ഇത് അതുപോലെ ഒരെണ്ണം ഓണത്തിനും അല്ലാതെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, വളരെ എളുപ്പവുമാണ്. പുതിയതായിട്ട് ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിനും അല്ലാതെ ഇത് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. അപ്പം ഇന്ന് വേറൊരു തരം പുതിയ പായസമായിട്ടുള്ള പുറപ്പാടിലാണ്. പെട്ടെന്ന് തോന്നി കുറച്ച് മത്തങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, എന്നാൽ പിന്നെ ആദ്യത്തെ പായസം ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് തീർച്ചയായിട്ടും മത്തങ്ങയാണ്. അത് തൊലി കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, ഗാർണിഷിങ്ങിനായിട്ടുള്ള കാഷ്യൂനട്ട്, അത് നമ്മൾ വറുത്തിടുന്നതായിരിക്കും. ഇത് സാഫ്രൻ ആണ്, അതായത് മലയാളത്തിൽ കുങ്കുമപ്പൂ എന്ന് പറയൂലേ. ഇതൊരു ഡബ്ബയിൽ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഒരു നുള്ളു നമ്മൾ ചേർക്കുന്നതായിരിക്കും, കുറച്ച് എക്സ്ട്രാ ഫ്ലേവർ വരും. ഇത് ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇതൊരു എക്സ്ട്രാ നല്ല ഒരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 4 കഷ്ണം ഏലയ്ക്ക, പിന്നെ ചവരി കുതിർത്തതാണ്, ഒരു 2 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്, ഒരു 2 പിടിയോളം. അത് കുതിർത്തതിന് ശേഷം നല്ല എക്സ്പാൻഡായി വലുതാവും. പിന്നെ അത് പാലിലോട്ടിട്ട് തിളപ്പിച്ചാൽ മതി, നന്നായിട്ട് വെന്ത് വരും. ചൗവരിയും ഓപ്ഷണലാണ്, കുങ്കുമപ്പൂവും ചൗവരിയും ഓപ്ഷണലാണ്. വെറും മത്തങ്ങയുടെ നാച്ചുറൽ സത്തോടുകൂടി ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് പാല്. എൻ്റെ കയ്യിലുള്ള അമൂൽ ഗോൾഡാണ്. ഇതിപ്പം ഫാറ്റ് ഉള്ള മിൽക്കാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, കുറച്ചും കൂടെ കുറുകും നന്നായിട്ട്. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് നെയ്യ്, കാഷ്യൂനട്ട് വറുക്കാനും ബാക്കി കാര്യങ്ങൾക്കായിട്ടും. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഉദ്ദേശം ഈ മത്തങ്ങ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഐദർ ഫോർക്ക് കൊണ്ടൊന്ന് ഉടയ്ക്കാം, അല്ലെങ്കിൽ എളുപ്പ പരിപാടിക്ക് മിക്സിയിലിട്ട് ഏലക്കയും ചേർത്തൊന്ന് അടിക്കാം. അപ്പം നമുക്ക് ആദ്യം അതിലേക്ക് കിടക്കാം. അപ്പം നമ്മളിവിടെ മത്തങ്ങ വേവിച്ചു കഴിഞ്ഞു. കുക്കറിലിട്ടാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ അതിലേക്ക് 4 നമ്മുടെ ഏലക്കയുടെ കുത്തി ചതച്ച പീസുകൾ ചേർക്കുന്നുണ്ട്. ഇതിനി നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. ഇത് വേണമെങ്കിൽ മിക്സിയിൽ അരയ്ക്കാതെ ഫോർക്കിട്ടോ നല്ല സ്പൂണിട്ട് മാഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ മിക്സിയിലിട്ട് അരച്ചിട്ട് പിന്നെ കാണാം. ഇവിടെ കുറച്ച് സ്ട്രാൻഡ്സ് നമ്മളുടെ കേസർ, അതിനെ സാഫ്രൻ, അതിന് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പതുക്കെ കളർ വിട്ട് നല്ല മഞ്ഞ കളറായത് കണ്ടോ. വെള്ള കളറായ വെള്ളം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫുൾ യെല്ലോ ആയി. അപ്പോൾ ഇത് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ പാലിലും ചെയ്യാം നമുക്ക്. ഇപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കളറും ഫ്ലേവറും റിലീസാവും. അത് പതുക്കെ പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിലോട്ട് ചേർക്കും. അപ്പം നമ്മളിവിടെ ഓൾറെഡി കുറച്ച് കാഷ്യൂനട്ട് വറുത്തെടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യിൽ. ഇനി കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഏലക്കയായിട്ട് ചേർത്തത് അതിനൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്യുന്നുണ്ട്, നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മത്തങ്ങ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഓരോന്നിലേക്ക് കടക്കാൻ പറ്റും. അപ്പം ഇതാ മത്തങ്ങ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഇപ്പം ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാം. അതെന്തത് പോസോ? ഇപ്പം എന്താ കുറച്ച് നേരമായിട്ട് വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. നെയ്യൊക്കെ സൈഡിൽ നിന്നൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ഒരേ പാത്രത്തിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ മാറ്റിയിട്ട് ഇതിലോട്ട് പാല് ഫ്രഷ് ആയിട്ട് ചേർത്ത് തിളപ്പിക്കണം. ഇല്ല വേറെ വേറെ പാത്രത്തിൽ സൈഡ് ബൈ സൈഡ് പാല് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും സൗകര്യം. ആ കാച്ചിയ പാൽ ഇതിലോട്ട് ഡയറക്റ്റ്ലി ചേർത്താൽ മതി. അപ്പൊ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ നെക്സ്റ്റ് ഇതിലോട്ട് ഈ പാനിലേക്ക് വെറും പാലിട്ട് തിളപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇതാ വഴണ്ട പംകിൻ പേസ്റ്റിലേക്ക് ഇത് വേവിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ച പംകിൻ പേസ്റ്റ് ആണ്. ഞാൻ ഇപ്പുറത്ത് പാല് തിളപ്പിച്ചിട്ടുണ്ട്. ആ തിളപ്പിച്ച പാൽ ഏകദേശം 1 ലിറ്റർ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ആവശ്യമുള്ള അനുസരിച്ച് നമ്മളെടുത്ത മത്തങ്ങ പ്യൂരയുടെ അനുസരിച്ച് പാല് ചേർത്ത് കുറുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ അതൊക്കെ ഫ്ലെയിം കൂട്ടി മത്തങ്ങ ഇതും കൂടെ ഇതാ നല്ല മഞ്ഞ കളർ വരുന്നുണ്ടോ. പക്ഷെ ഞാൻ കുറച്ചും കൂടെ പാല് ചേർക്കും, ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം. നല്ല യെല്ലോ കളർ റിലീസ് ആയതുണ്ടോ. ഇതിലൊന്നും പഞ്ചസാര ഇതുവരെ ചേർത്തിട്ടില്ല. ഇതുവരെയും പംകിന്റെ നാച്ചുറൽ ആ ഫ്ലേവറേ ഉള്ളൂ. ഏകദേശം 500 മില്ലി 600 മില്ലിയോളം പാല് ചേർത്തിട്ടുണ്ട്. ഞാൻ ചേർത്ത മത്തങ്ങ ഏകദേശം ഒരു 200 ഗ്രാം വരണമായിരിക്കണം. ഞാൻ അങ്ങനെ മെഷർ ചെയ്തിട്ടില്ല. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി പതുക്കെ ഇതിലേക്ക് ചൗവരി ആഡ് ചെയ്യും. കാരണം ചൗവരി നമ്മൾ വേവിക്കാതെയാണ് വെച്ചിരിക്കുന്നത്. 2 മണിക്കൂർ ഏകദേശം കുതിർത്ത ചൗവരിയാണെന്നേ ഉള്ളൂ. ഇനി അത് ചൗവരി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ചൗവരി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് എൻ്റെ പാലിൻ്റെ ടെക്സ്ചറിന് വ്യത്യാസം വരും. ഇത് ചൗവരി ആഡ് ചെയ്യാതെ പംകിൻ അതായത് മത്തങ്ങയുടെ പ്രൊപ്പോർഷൻ കൂട്ടി വേണമെങ്കിൽ ചെയ്യാം. അത് ഓരോരുത്തരുടെ താല്പര്യം. ഇത് നല്ല നാച്ചുറൽ മഞ്ഞ കളറിൽ ഒരു തുള്ളി ഇതുവരെ ഞാൻ ആ കേസറിന്റെ എക്സ്ട്രാക്ട് ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും നല്ല മഞ്ഞ കളർ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. നാച്ചുറലി പംകിന്റെ കളർ മാത്രമാണ്. ഇനി കുറച്ചു നേരം ഇത് തിളയ്ക്കാനിടാം. പാല് നല്ല തിളച്ചു വരുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ കുങ്കുമപ്പൂവ് ചൂടുവെള്ളത്തിൽ കുതിർത്തത്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നല്ല ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ചേർക്കാതെയും നമുക്ക് ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ കളർ തെളിഞ്ഞു വരും. ഇതൊന്നും ഇല്ലാതെ തന്നെ ആ മത്തങ്ങയുടെ എഫക്റ്റിൽ ഇത്രയും കളർ വരുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതെന്റെ ലൈവ് പരീക്ഷണമാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇപ്പോഴും ഈ സ്റ്റേജിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഞാൻ ഓൾറെഡി കാച്ചിയ പാലാണല്ലോ. ഇനി ഇതിന് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം, എന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതാ നമ്മുടെ പായസം തിളച്ച് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ആ മഞ്ഞ കളർ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ. ഒന്ന് പംകിന്റെ എഫക്റ്റ്, പിന്നെ ഒന്ന് ആ കേസറിന്റെ എഫക്റ്റ്. മത്തങ്ങയും ആ കുങ്കുമപ്പൂ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കാണാമല്ലോ. അങ്ങനെ പലതും മൊത്തത്തോടെ ഏകദേശം ആ മത്തങ്ങയോടെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പം മത്തങ്ങയുടെയും കുങ്കുമപ്പൂവിന്റെ മൊത്തം കളറ് നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനി
സെർവിങ് ബൗളിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. ചൊവ്വരി ഇടാതെയും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതാവുമ്പം പെർഫെക്റ്റ്ലി ഹെൽത്തി ഫോം ആയിരിക്കും. ചൊവ്വരി എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ചേർത്താണ്, നിങ്ങൾക്ക് ഓപ്ഷനിൽ ആക്കാം. അപ്പം ഇതാ നമ്മുടെ മത്തങ്ങ ചേർത്ത പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലൊരു കണ്ടൻസ് മിൽക്കും ചേർത്തിട്ടില്ല. ചൊവ്വരി തന്നെ പാലിന് കുറച്ച് കുറുകിയ എഫക്റ്റ് കൊടുക്കും. അഥവാ ചൊവ്വരി ചേർക്കാതെയാണ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് പാല് കുറച്ചും കൂടെ ഒന്ന് റെഡ്യൂസ് ചെയ്തെടുത്താൽ മതി. മത്തങ്ങയുടെ പ്രൊപ്പോർഷൻ അപ്പം കൂട്ടിയാൽ മതി. ഞാൻ ചൊവ്വരി ചേർക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് മത്തങ്ങ അത്രയും ക്വാണ്ടിറ്റി ചേർക്കാത്തത്. അപ്പോൾ ഇതിൽ കുങ്കുമപ്പൂവും ചേർത്തിട്ടുണ്ട്. അത് ഇതിന്റെ ഫ്ലേവറിന് ഒരു പടി കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് മുകളിലേക്ക് ലെവലിൽ പൊക്കി കൊടുത്തിട്ടുണ്ട്. കുങ്കുമപ്പൂ ചേർക്കാതെ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഫ്ലേവർ താല്പര്യമുള്ളവർക്ക് കുങ്കുമപ്പൂ ചേർത്ത് ചെയ്യാം. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഇനിയും നിങ്ങളുടെ പ്രചോദനം കിട്ടിക്കഴിഞ്ഞാലേ ഞങ്ങൾക്ക് മുന്നോട്ട് ഇറാൻ പറ്റുള്ളൂ. ഓണത്തിന് തീർച്ചയായിട്ടും ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കി എല്ലാവരെയും ഒന്ന് സർപ്രൈസ് ചെയ്യുക. ഇതിന് മുമ്പ് ഒരു ഗ്രീൻ പീസ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അതും ഒരു വ്യത്യസ്തമായ പായസമാണ്. റെഗുലർ ആയിട്ട് ഉണ്ടാക്കണ അരിയും സേമിയ പായസത്തിന് പകരമായിട്ട് ഈ ഗ്രീൻ പീസ് പായസവും മത്തങ്ങ പായസവും ഹെൽത്തി ആയിട്ടുള്ള 2 പായസം ഉണ്ടാക്കി പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവർ ഇംപ്രസ്ഡ് ആവും. അപ്പോൾ ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും അപ്ഡേറ്റ്സ് അറിയിക്കുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഗുഡ് ബൈ. Thank you for your cooperation. Bye, stay safe. Happy Onam. Happy Onam to all of you. Bye. See you in the next video.